മോഹൻലാലിന് ദാദാസാഹിബ് പുരസ്കാരം ലഭിച്ചു. ദാദാസാഹിബ് പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങുന്ന വേളയിൽ കേരളത്തിൽ അതിനീചമായ ഒരു സംഭവം നടന്നു. അത് മമ്മൂക്കയുടെ വീട്ടിൽ നടന്ന റെയ്ഡാണ്. ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി ആഡംബര കാറുകൾ ഇറക്കുമതി ചെയ്തു എന്ന പ്രശ്നം ചൊല്ലിയാണ് മമ്മൂക്കയുടെ വീട്ടിൽ റെയ്ഡുകൾ നടന്നത്. ദുൽഖറിൻ്റെ വീട്ടിലും റെയ്ഡുകൾ നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. മമ്മൂക്കയുടെ വീട്ടിൽ റെയ്ഡുകൾ നടന്ന കാര്യം മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ മമ്മൂക്കയെ സംഘപരിവാർ ഓങ്ങി വെച്ചിരിക്കുന്നു. പണ്ട് മമ്മൂക്ക സംഘപരിവാറിനെതിരെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഗുജറാത്തിൽ വർഗീയ കലാപം ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നെങ്കിൽ നടക്കില്ല എന്ന് അന്ന് മമ്മൂക്ക പറഞ്ഞ വാക്ക് വലിയ വിവാദമായി മാറി. സംഘപരിവാർ മമ്മൂക്കയ്ക്കെതിരെ തിരിഞ്ഞു. ആ വാശിയാണ് അവർ ഇപ്പോൾ മമ്മൂക്കയോട് തീർക്കുന്നത്. രോഗാവസ്ഥയിൽ നിന്ന് മുക്തനായി മമ്മൂക്ക അഭിനയത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് മമ്മൂക്കയെ മാനസികമായി തകർക്കാൻ സംഘപരിവാർ കുടിലമായ ശ്രമങ്ങൾ നടത്തുന്നു. ആ കുടിലമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മമ്മൂക്കയുടെ വീട്ടിൽ മോഹൻലാൽ അവാർഡ് വാങ്ങുന്ന അതേ ദിവസം മമ്മൂക്കയുടെ വീട്ടിൽ റെയ്ഡുകൾ നടന്നത്. മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സ്വന്തമാക്കിയത് ഏതർത്ഥത്തിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നല്ല നടനാണ് മോഹൻലാൽ, അതിന് വേറൊരു സംശയവുമില്ല. പക്ഷേ മോഹൻലാലിൻ്റെ ചില ബന്ധങ്ങളൊക്കെ സംഘപരിവാർ ബന്ധങ്ങളാണ്. സേവാഭാരതിയുടെ പരിപാടികളിലൊക്കെ മോഹൻലാൽ സജീവ സാന്നിധ്യമാണ്. അദ്ദേഹം മോദിയുമായി നല്ല ബന്ധം പുലർത്തുന്നു. മോദിയുമായി നല്ല ബന്ധം പുലർത്തുന്ന സിനിമാ നടനെന്ന രീതിയിൽ, സുരേഷ് ഗോപിയുമായി നല്ല ബന്ധം പുലർത്തുന്ന നടനെന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവാർഡ് ലഭിച്ചതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കമൽഹാസനൊക്കെ കിട്ടാത്ത ഒരു അവാർഡാണ് മോഹൻലാലിന് ലഭിച്ചത്. അതിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് അഭിമാനമുണ്ട്, കേരളത്തിന് അഭിമാനമുണ്ട്, മോഹൻലാൽ ഫാൻസുകാർക്ക്, ലോകത്തെമ്പാടുമുള്ള മോഹൻലാൽ ഫാൻസുകാർക്ക് അഭിമാനമുണ്ട്. പക്ഷേ മമ്മൂക്കയെ എന്തിന് ക്രൂശിക്കണം എന്ന ചോദ്യമാണ് ബാക്കി. മമ്മൂക്ക മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെതായ നിലപാട് തറയിൽ നിന്നു പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹം കൈരളി ചാനലിൻ്റെ ചെയർമാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എതിർപ്പാണ് സംഘപരിവാറിന്. സംഘപരിവാർ മമ്മൂക്കയെ എതിർക്കുന്നതിൻ്റെ കാരണം പലതാണ്. അദ്ദേഹം മതേതരമായി ചിന്തിക്കുന്ന വ്യക്തിയാണ്. മതവിശ്വാസങ്ങൾ അദ്ദേഹത്തിനുണ്ടെങ്കിലും മതേതരമായ ഒരു ചിന്ത മമ്മൂട്ടിക്കുണ്ട്. മാത്രമല്ല, അദ്ദേഹം നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ അതാരെയും കാണിക്കാറുമില്ല, അത് ആരോടും വിസ്തരിക്കാറുമില്ല മമ്മൂക്ക. അങ്ങനെയുള്ള മമ്മൂക്കയുടെ വീട്ടിലാണ് ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി ആഡംബര കാറുകൾ വാങ്ങിയെന്ന കുറ്റത്തിന് കസ്റ്റംസ് റെയ്ഡ് നടത്തിയത്. അങ്ങനെ ഒരു റെയ്ഡ് കസ്റ്റംസ് നടത്തുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം ഈ ഒരവസ്ഥയിൽ, മമ്മൂക്ക രോഗത്തിൽ നിന്ന് മുക്തമാകുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുക എന്നുള്ളത് വളരെ മോശമാണ്. അതിനെ ചെറ്റത്തരം എന്ന് തന്നെ പൊളിറ്റിക്സ് കേരള പറയും. കേന്ദ്ര സർക്കാരിന് അനഭിമതനായ മമ്മൂക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇടതുപക്ഷം, മമ്മൂക്ക പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കണം എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള റെയ്ഡുകളിലൂടെ മമ്മൂക്കയെ അവഹേളിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. കാരണം മോദിയുടെ കാലിൽ ചെന്ന് വീഴില്ലല്ലോ മമ്മൂക്ക ഞെട്ടല് നിവർത്തി ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണല്ലോ. പണ്ട് കൈരളി ചാനലിൻ്റെ ഡയറക്ടർ സ്ഥാനം മോഹൻലാലിന് വെച്ച് നീട്ടിയപ്പോൾ ഓടിക്കളഞ്ഞ വ്യക്തിയാണ് മോഹൻലാൽ. അതിന് കാരണമായത് മോഹൻലാലിനുള്ള സംഘപരിവാർ ബന്ധമാണ്. സംഘപരിവാർ മോഹൻലാലിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ദാദാസാഹിബ് പുരസ്കാരത്തിലൂടെ എന്ന് വേണം കരുതാൻ. ഇത്തരം ന്യൂസുകൾ പറയാൻ പൊളിറ്റിക്സ് കേരള മാത്രമേ കാണൂ എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക.
ഞങ്ങൾ ഇത്തരം ന്യൂസുകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കും. പച്ചയ്ക്ക് എന്നും എപ്പോഴും അപ്പോഴും ഞങ്ങളുടെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും. വളരെ മോശമായി പോയി മമ്മൂട്ടിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡ് നാടകം. അതിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്തി എന്നുള്ളത് കസ്റ്റംസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. മമ്മൂട്ടിയെ തകർക്കാനാണ് സംഘപരിവാറിന്റെ പ്ലാനെങ്കിൽ അദ്ദേഹത്തിന് പ്രതിരോധം സൃഷ്ടിക്കും പൊളിറ്റിക്സ് കേരള ഞങ്ങളുടെ പ്രേക്ഷകരിലൂടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സ്വന്തം KN ഷാജികുമാർ.